പ്രൈസ് ദി ലോർഡ്. വേദശാസ്ത്രത്തിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 3 കാര്യങ്ങൾ ചിന്തിച്ചു. വചനം അനുസരിച്ചില്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത്. അതിൽ ഒന്നാമത്തത് നമ്മൾ കണ്ടു, ഇടറിപ്പോകും. രണ്ടാമതായി തെറ്റിപ്പോകും. മൂന്നാമതായി വീണുപോകും. ഇന്ന് 4ാമതായി വചനം അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ ഒഴുകിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതിനാധാരമായി എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുന്നു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അപ്പം നാം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അപ്പം ഈ കേട്ട വചനങ്ങൾ അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ടില്ല എങ്കിൽ നമ്മൾ ഒഴുകിപ്പോകുവാൻ സാധ്യതയുണ്ട്. ഇന്ന് പലരും ആത്മീയ കോളത്തിൽ നിന്ന് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒരു വാഴപ്പിണ്ടി വെട്ടി വെള്ളത്തിലിട്ടതുപോലെ ആ വെള്ളത്തിന്റെ ഒഴുക്കനുസരിച്ച് ആ വാഴപ്പിണ്ടി നീങ്ങുന്നത് പോലെയാണ് ഇന്ന് പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ഉപദേശങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ആമേൻ. അതുകൊണ്ട് താഴ്ത്തു പറയാണ്, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിന് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഇവിടെ ഭയങ്കരമായൊരു മുന്നറിയിപ്പാണ്. ഇന്ന് വചനത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിനെ അനുസരിക്കാതെ മുന്നോട്ട് പോകുന്ന വിശ്വാസികൾക്കുള്ള ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണത്. കാരണം ദൂതന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചെങ്കിൽ ആമേൻ, ഇപ്പോൾ നമുക്ക് എന്താണ്? പുത്രനിലൂടെ ഉറപ്പിച്ചു തന്ന കാര്യങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. അപ്പൊ അത് ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? അപ്പോൾ യഥാർത്ഥത്തിൽ രക്ഷ നഷ്ടപ്പെടുത്താനും പാടില്ല. രക്ഷിക്കപ്പെടാത്തവർ രക്ഷയിലേക്ക് വരണം. ഈ വചനത്തെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? തള്ളിക്കളയാൻ പാടില്ല എന്നാണ് വചനത്തിൽ പറയുന്നത്. അതാണ് 1-ാം വാക്യം നമ്മൾ കണ്ടു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. കാരണം ഈ പത്രോസിന്റെ ലേഖനത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. 2 പത്രോസിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു. 2 പത്രോസ് 1:19 ആ വാക്യം ഇങ്ങനെ പറയുന്നത്, പ്രവാചക വാക്യവും അധിക സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. അവിടെ പറയുകയാണല്ലേ, ഈ വചനത്തെ എന്ത് ചെയ്യണം? ഈ പ്രവചന വാക്യത്തെ എന്ത് ചെയ്യണം? അധികം ശ്രദ്ധയോടെ നമ്മൾ എന്ത് ചെയ്യണം? കരുതിക്കൊള്ളണം. കാരണം എന്നിട്ട് പറയുന്നു, തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്തിൽ വന്നത്. എന്തുകൊണ്ടാണ് ഈ വചനത്തെ കരുതേണ്ടത്? തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്തിൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിയണം. അപ്പോൾ നമ്മുടെ ഈ തിരുവചനത്തിലെ ബൈബിളിലെ പ്രവചനങ്ങളൊന്നും ആരുടെയും സ്വയമായ വ്യാഖ്യാനത്തിൽ വന്നതല്ല. പിന്നെ എങ്ങനെയാണ് വന്നത്? പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അതായത് പ്രവചനം ഒരിക്കലും ഒരു മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാണ്. കണ്ടോ? അതായത് ദൈവത്തിന്റെ ദാസന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ, ഇടയന്മാരിലൂടെ, പുരോഹിതന്മാരിലൂടെ, അങ്ങനെ 40-ലധികം എഴുത്തുകാരിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് സംസാരിച്ചതാണ് ഈ ദൈവത്തിന്റെ വചനം. ഈ വചനത്തിൽ ഒരിക്കലും ഒരു മനുഷ്യന്റെ കൈകടത്തലില്ല. അതുകൊണ്ടാണ് ഈ വചനത്തെ ഇത്രയും വർഷം, ഏകദേശം 2000 വർഷങ്ങൾക്കാവുന്നു, 1900 വർഷം കഴിഞ്ഞു. എന്നിട്ടും ഈ വചനം വായിക്കുമ്പോൾ, ഓരോ ദിവസവും വായിക്കുമ്പോൾ ഇത് പുതിയതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ ഒരു വ്യക്തി എഴുതിയതായിട്ട് നമുക്ക് തോന്നും. കാരണം എന്താണെന്നറിയാമോ? ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. അപ്പോൾ ഈ വചനത്തെ എന്ത് ചെയ്യണം? നമ്മൾ അധികം ശ്രദ്ധയോടെ കൈക്കൊണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒഴുകിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ദൈവം 5 വിധ ശുശ്രൂഷകന്മാരെ നിയമിച്ചിരിക്കുന്നു.
അതെന്തിനു വേണ്ടിയാണ്? അത് നാം എല്ലാവരും 1 വിശ്വാസത്തിലും 2 ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും 3 ഐക്യത 4 തികഞ്ഞ പുരുഷത്വം 5 ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവ് 6 വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷ 7 ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അപ്പോൾ 7 കാര്യങ്ങൾക്ക് വേണ്ടി 5 വിധ ശുശ്രൂഷകന്മാരെ ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ അടുത്ത് പറയുന്നു, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. അപ്പൊ ഇവിടെ പറയാണ് 5 വിധ ശുശ്രൂഷകന്മാരിലൂടെ 7 വിധമായ കാര്യങ്ങൾ ഒരു വിശ്വാസി നടക്കുകയാണ്. അങ്ങനെ വചനം പഠിച്ച് ആത്മീയമായ വളർച്ച പ്രാപിച്ച ഇനി നമ്മൾ എന്ത് ചെയ്യരുത്? അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങൾ എന്തെങ്കിലും കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഒരേ കാറ്റിനാൽ ഉഴലുന്ന ശിശുക്കളായിരിക്കരുത്. അല്ലെ? ഇപ്പൊ നമുക്കറിയാം, ഈ പണ്ടത്തെ പായ്ക്കപ്പലൊക്കെ കാറ്റ് കൊണ്ട് ഓടുന്ന കപ്പലുകളായിരുന്നു. അപ്പോൾ അത് കാറ്റ് എവിടേക്ക് അടിക്കുന്നു അവിടേക്ക് എന്ത് ചെയ്ത് പോകും. ഇതേപോലെയാണ് ചില ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, തെറ്റായ ഉപദേശങ്ങൾ, വിപരീതമായ ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തില് പിണ്ടി ഒഴുകി പോകുന്ന പോലെ, അല്ലെങ്കിൽ പായ്ക്കപ്പൽ ഒഴുകി പോകുന്ന പോലെ ഈ ഉപദേശത്തിന്റെ കാറ്റുകൾ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഒഴുകിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവവചനം നമ്മൾ ആഴമായിട്ട് പഠിക്കണം. നമ്മൾ ഭവനങ്ങളിൽ ഇരുമ്പോൾ വായിക്കണം, കൂടുതലായിട്ട് ദൈവത്തിന്റെ വചനം വായിക്കണം, ഓരോ വിശ്വാസികളും വായിക്കണം. കാരണം യോവേൽ പ്രവചനം 2:11 പറയുന്നു, എന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ അവൻ ശക്തിയുള്ളവൻ തന്നെയാണ്. അപ്പോൾ വചനം അനുസരിക്കുന്ന ഒരു വിശ്വാസിയെ തകർത്ത് കളവാൻ ഒരു പിശാചിനും കഴിയത്തില്ല. കാരണം അവൻ ആത്മീക ബലം പ്രാപിച്ചവനാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ എല്ലാ വിശ്വാസികളും ഓരോ ദിവസവും തിരുവചനം എടുത്ത് വായിച്ച് ധ്യാനിച്ച് ആത്മീക ശക്തി പ്രാപിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പോരാട്ടം മാറത്തില്ല. കാരണം എന്താണ്? വചനമാവുന്ന ഫുഡ് ആത്മീയ മനുഷ്യന്റെ വളർച്ചയ്ക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. ഇത് കഴിക്കാതിരുന്നാൽ എങ്ങനെ ആത്മീയ മനുഷ്യന് ശക്തി ഉണ്ടാകും? ആത്മീയ മനുഷ്യന് എങ്ങനെ ബലം ഉണ്ടാകും? അതില്ലാത്തത് കൊണ്ടല്ലേ ഇന്ന് പിശാചിനോട് യുദ്ധം ചെയ്യാൻ കഴിയാതെ തോറ്റു തുന്നം പാടി പിശാചിന്റെ പോരാട്ടമാണെന്നും പറഞ്ഞ് എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഇന്ന് ചിലരുണ്ട്, കെട്ടാണ്, ബന്ധനമാണ്, പോരാട്ടമാണെന്ന് ഇത് മാത്രമേ അവരുടെ വായിലുള്ളൂ. പിശാചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പിശാചിനെ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. കർത്താവ് എന്താ പറഞ്ഞേ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ഒരു നാളും ഒരു ദോഷം ചെയ്യത്തില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു ദോഷം ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ ആ വാക്കല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? കർത്താവിന്റെ വാക്കല്ലേ നമ്മൾ അനുസരിക്കേണ്ടത്? ആ വചനം നമ്മൾ അനുസരിക്കണം, അല്ലെ? സുവിശേഷം അറിയിക്കാൻ പോകണം. കർത്താവിന്റെ വാക്കാണ്. അടിക്കും പിടിക്കും തല്ലൊന്നും പേടിക്കരുത്. പണ്ട് ഞങ്ങള് ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ 22 വർഷം മുമ്പ് ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങള് ഊരകം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങള് പ്രവർത്തിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഞങ്ങൾ 6 പേരുണ്ട് ബൈബിൾ കോളേജിൽ. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ചെന്നു. അതൊരു RSSകാരുടെ ഒരു കോളനി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ആ കോളനിയുടെ അകത്തേക്ക് കയറി. ഒരു വഴിയാണത്. ആ വഴി ചെന്നൊരു അമ്പലത്തിന് മുമ്പിലാണ് അവസാനിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു? ഈ കയറി 2 വീട്ടിലും ട്രാക്ട് കൊടുത്ത് ഞങ്ങൾ നേരെ അമ്പലത്തിന് മുമ്പിലെത്തി. പിന്നെ അവിടുന്ന് വഴിയില്ല, പിന്നെ തിരിച്ചിങ്ങോട്ട് വരണം. അപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ ചെയ്ത് ഇവരെ കുറെ ആൾക്കാരൊക്കെ വന്നു. അങ്ങനെ അമ്പലത്തിന് മുമ്പിൽ വെച്ച് ഞങ്ങളുടെ ഒരു 500 ട്രാക്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് ചെയ്തു? വലിച്ച് അമ്പലത്തിന് മുമ്പിലിട്ടു. ബൈബിളൊക്കെ വലിച്ചെറിഞ്ഞു. അങ്ങനെ ഞാൻ കൂടുതൽ എല്ലാവരും പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം, സമാധാനപരമായിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു നടന്നു. അത് കഴിഞ്ഞപ്പം ഒരു ബാബു എന്ന് പറഞ്ഞ അവിടെ ഏറ്റവും വലിയൊരു ഗുണ്ട, അവൻ പരോളിന് ഇറങ്ങിയത്, ജയിലായിരുന്നു. അപ്പൊ അവൻ ഇങ്ങ് വന്നിട്ട് ബൈക്ക് ഇങ്ങനെ വട്ടം നിർത്തിയിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് നിന്നിട്ട് അങ്ങ് ചാടി ഇറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ കുനിച്ച് നിർത്തിയിട്ട് ഈ കഴുത്തിന്റെ പുറകിലേക്ക് ഇങ്ങനെ മുട്ടുകൈ വെച്ച് അങ്ങോട്ട് കുത്തി ഭയങ്കരമായിട്ട് ഇടിച്ച് ഉപദ്രവിച്ചു. എന്നെയും വിശ്വാസം എന്ന് പറഞ്ഞ അദ്ദേഹത്തെയാണ് കൂടുതൽ ഇടിച്ചത്. കാരണം അന്ന് ഞങ്ങൾ നല്ല സൈസ് ഉണ്ടായിരുന്നു, 10-15 കിലോ ഞാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഭയങ്കരമായി ഇടി എന്ന് പറഞ്ഞാൽ 2 ആഴ്ചത്തേക്ക് ഞങ്ങൾക്ക് അനങ്ങാൻ പോലും പറ്റില്ലായിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തളരാൻ പോയില്ല. പക്ഷെ പിന്നീട് അവിടെ ഒരു ദൈവപ്രവൃത്തി നടന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ പറയട്ടെ, ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അത് ഞങ്ങൾ അവിടെ പോവില്ലായിരുന്നു. പക്ഷെ ദൈവമായിട്ടാണ് ഞങ്ങൾ ആ ദേശത്തെക്കുറിച്ച് അറിയിക്കാതിരുന്നത്. പക്ഷെ ദൈവമായിട്ട് പറഞ്ഞു, ഞങ്ങൾ സുവിശേഷം അറിയിക്കാൻ പോയി. ദൈവത്തിന്റെ സകല സൃഷ്ടികളും സുവിശേഷം പ്രസംഗിക്കണം, ഭൂലോകത്തൊക്കെയും പോയി പ്രസംഗിക്കണം കർത്താവിന്റെ വാക്ക്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ വചനം അനുസരിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്നൊരു ദോഷം വന്നിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി ആ ദേശത്ത് വെളിപ്പെടുവാനിടയെ. ഞാൻ പറഞ്ഞു വരുന്നത്,
നമ്മൾ വചനം അനുസരിച്ചില്ലെങ്കിൽ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ എന്ത് ചെയ്യണം? ഈ ദൈവവചനത്തെ നമുക്ക് അനുസരിക്കാം. ആമേൻ. കേട്ടത് അധികം ശ്രദ്ധയോടെ ആമേൻ കരുതിക്കൊണ്ടുകൊണ്ട്, ഇത് ദൈവത്തിന്റെ വചനമാണ്. തെസ്സലോനിക്ക വിശ്വാസികൾ 1 തെസ്സലോനിക്ക ലേഖനം 2:13 പറയുന്നു, അവർ മനുഷ്യരുടെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് കൈക്കൊണ്ടതിനാൽ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു, വിശ്വസിക്കുന്നവരിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. തെസ്സലോനിക്ക വിശ്വാസികൾ ഈ വചനത്തെ സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് അവർ കൈക്കൊണ്ടതിനാൽ അത് അവരുടെ ജീവിതത്തിൽ ദൈവശക്തിയായിട്ട് വ്യാപരിപ്പാനിടയായി. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങൾ ഇതൊരു മനുഷ്യന്റെ വചനമല്ല. ഇത് കെട്ടുകഥയല്ല, ഇത് കള്ളക്കഥയല്ല, ഇത് സത്യവചനമാണ്, ഇത് പത്യവചനമാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്തതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കർത്താവ് അല്ലെ, ദൂതന്മാർ പറഞ്ഞു അവൻ പോയതുപോലെ മടങ്ങി വരും എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ വേണ്ടി പോയതാണ്, ഞാൻ തിരിച്ചു വരുന്ന കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം യോഹന്നാന്റെ അപ്പോൾ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തില് ആമേൻ യെരുശലേം ദേവാലയത്തിന്റെ പണികളൊക്കെ ശിഷ്യന്മാര് കാണിച്ചപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം വരുമെന്ന് യേശുക്രിസ്തു പ്രവചിച്ചു. ആ യേശുവിന്റെ വാക്ക് AD 70 സംഭവിച്ചു. ഏകദേശം AD 30 യേശു ഇത് പ്രവചിക്കുന്നത്. 40 വർഷം കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചുവെങ്കിൽ, കർത്താവ് ഇനി വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ട് പോയെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ ആഴത്തിൽ വിശ്വാസമുള്ളവരായിട്ട് എന്ത് ചെയ്യണം? ഈ വചനങ്ങളെ അനുസരിച്ച് ഒരിക്കലും നമ്മൾ ഒഴുകിപ്പോകാതെ കർത്താവിന് വേണ്ടി ഒഴുക്കിനെതിരെ നീന്തുന്നവരായി നിൽപ്പാൻ കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ഈ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഈ വിഷയത്തിന്റെ എല്ലാ വീഡിയോസും നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് എന്ന ഭാഗത്ത് കിടക്കുന്നുണ്ട്. ഷോർട്സിൽ നമ്മൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ എടുക്കപ്പെടുവാനുള്ള യോഗ്യതകളെ കുറിച്ചാണ് പറയുമ്പോൾ യൂട്യൂബ് വീഡിയോസിൽ സൺഡേയിലെ മെസ്സേജുകളും വിശുദ്ധീകരണത്തിനുള്ള ഒരുക്കത്തിനുള്ള മെസ്സേജുകളും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസും ഒക്കെ നമ്മൾ ഇടുന്നുണ്ട്. എല്ലാവരും കാണുക, എല്ലാവരിലേക്ക് ഇത് അയച്ചു കൊടുക്കുക. കർത്താവ് നമ്മൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.